ഹായ് ഓൾ, വെൽക്കം ടു മിച്ചൂസ് വേൾഡ്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതേപോലെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി വരും. അതും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മളെ വീട്ടിൽ പെട്ടെന്നൊക്കെ ഒരു വിരുന്നുകാർ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വിരുന്നുകാർക്ക് മാത്രമല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം പഴുക്കാതെ ഒരു മീഡിയം സൈസിൽ പഴുത്തിട്ടുള്ളൊരു നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മുറിക്കുന്നതിനേക്കാളും കുറച്ച് തിന്നായിട്ട് വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ. ഇനി ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ഓരോ കഷ്ണവും നമ്മൾ ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ പഴത്തിൻ്റെ ഒക്കെ മുകളിലും കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കണം. അപ്പോൾ ഈ പഴത്തിൻ്റെ ഒരു സൈഡ് ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും ഇതേപോലെ ഗോൾഡൻ യെല്ലോ കളർ ആവുന്നത് വരെ നന്നായി കുക്ക് ചെയ്തെടുക്കണം. പാനിൽ നിന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, ഇത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സെയിം പാനിലോട്ട് നമുക്കൊരു 1/4 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ നെയ്യ് നന്നായി ഉരുകിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നേരം ഈ തേങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 2 ചെറിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് ഏലക്കായുടെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മുകളിലോട്ട് തേങ്ങയും പഞ്ചസാരയും വറുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങ പഞ്ചസാരയൊക്കെ വറുക്കുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഈ പഴം നന്നായി ചുരുട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടമാവും. അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഉന്നക്കായൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.